ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഇന്നലെ ഒരു ദേശീയ പ്രചാരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളെയാണ് ഇപ്പോൾ അഭിജിത് ദീപ് കെ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാർഖണ്ഡിൽ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അഭിജിത് ദീപ് കെയുടെ സമരപന്തലിലേക്ക് വരാമോ എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ചോദിച്ചപ്പോൾ എനിക്ക് ടൈഫോയിഡാണ്, എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങളൊക്കെ ചെയ്തോളും, ഞാൻ ജാർഖണ്ഡിലേക്ക് ഇല്ല എന്നതാണ് പറഞ്ഞത്. കാരണം ജാർഖണ്ഡിൽ കോൺഗ്രസും ആണ് ഇപ്പോൾ ഭരിക്കുന്നത്, അവരുമായി ടൈപ്പ് ചെയ്തിട്ടാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഒരു പ്രതിഷേധത്തിന് ഒന്നും തന്നെ അഭിജിത് ദീപ് കെ പോവില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഫണ്ടുകൾ, ഇതിന്റെ നിർദ്ദേശങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് സാമൂഹ്യ ഓഡിറ്റ് നടത്താൻ രക്ഷിതാക്കളോടും സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചുമതല ഏറ്റെടുക്കാൻ സർപഞ്ചുമാരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള അവഗണന പരിഹരിക്കുന്നതിനായി പൗരന്മാരും രക്ഷിതാക്കളും ഗ്രാമത്തലവന്മാരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് 15-ന് ഈ പ്രചാരണം ആരംഭിക്കുമെന്നാണ് അഭിജിത് ദീപ് കെ പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ തന്നെ ഗ്രാമമായ ഹിങ്കോളയിൽ നിന്ന് ഈ സംരംഭം ആരംഭിക്കുമെന്ന് ദീപ് കെ ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഗ്രാമത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമത്തലവനെ സമീപിച്ചുകൊണ്ടായിരിക്കും ഇതിന് തുടക്കം കുറിക്കുക എന്നാണ് അഭിജിത് ദീപ് കെ വീഡിയോയിൽ പറയുന്നത്. വരുന്ന ഓഗസ്റ്റ് 15-ന് നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. എന്നാൽ കഴിഞ്ഞ 80 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടതോ തഴപ്പെട്ടതോ ആയ കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളാണെന്നാണ് ദീപ് കെ പറയുന്നത്. നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരവും പ്രധാനമന്ത്രിയുടെ വസതിയും നിർമ്മിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ പുതിയ സ്കൂളുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയാത്തത്? കർഷകരുടെയും തൊഴിലാളികളുടെയും മക്കളെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയായി നാം കാണുന്നില്ലേ എന്നാണ് ദീപ് കെ ചോദിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് സ്കൂളിലെത്താൻ ഇപ്പോഴും ദീർഘദൂരം നടക്കേണ്ടി വരുന്നുണ്ടെന്നും കുടിവെള്ളം, ശുചിമുറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും അവിടെ ലഭ്യമല്ലെന്നും ദീപ് കെ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നും ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ഏറെ ദൂരം നടക്കേണ്ടി വരുന്നു. അവിടെ എത്തിയാൽ കുടിവെള്ളമോ ശുചിമുറി സൗകര്യങ്ങളോ അവർക്ക് ലഭിക്കുന്നില്ല. പെൺകുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് അദ്ദേഹം പ്രത്യേക ഊന്നൽ നൽകി. ഈ ഓഗസ്റ്റ് 15-ന് നാം എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ പുതിയൊരു തുടക്കം കുറിക്കുകയോ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടായിരിക്കണമെന്നാണ് ദീപ് കെ പറയുന്നത്. ഈ പ്രചാരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള ഗ്രാമത്തലവന്മാരോട് തങ്ങളുടെ ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്തണമെന്ന് CJP അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹിങ്കോളയിൽ ഗ്രാമത്തലവനെ താൻ നേരിട്ട് സമീപിക്കുമെന്നാണ് ദീപ് കെ പറയുന്നത്. ഒപ്പം മറ്റ് ഗ്രാമത്തലവന്മാരും ഈ ഉദ്യമത്തിൽ പങ്കുചേരണമെന്ന് ദീപ് കെ പറയുന്നു. സർപഞ്ച് ചലഞ്ച് എന്നാണ് സംഘടന ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഓരോ ഗ്രാമങ്ങളിലെ സർപഞ്ചുമാരെ ഇളക്കി വിട്ടുകൊണ്ട് മോദി സർക്കാരിന് നേരെയുള്ള ഒരു പ്രതിഷേധം, അതാണ് അഭിജിത് ദീപ് കെ ഇപ്പോൾ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തുന്ന ഗ്രാമത്തലവന്മാരെ CJP പരസ്യമായി ആദരിക്കും. സ്കൂളുകളുടെ പിമ്പും മുമ്പും ഉള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഗ്രാമത്തലവന്മാർക്ക് അതിനുള്ള അംഗീകാരം നൽകുകയും ചെയ്യും. നിങ്ങളെയും നിങ്ങൾ മെച്ചപ്പെടുത്തിയ സ്കൂളുകളെയും കാണുമ്പോൾ മറ്റ് ഗ്രാമങ്ങളിലെ തലവന്മാരും തങ്ങളുടെ ഗ്രാമങ്ങളിലെ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ മുന്നോട്ട് വരണം. അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് അർഹമായ അംഗീകാരം നൽകും. സർക്കാർ സ്കൂളുകളിൽ പൗരന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹ്യ ഓഡിറ്റിനെ കുറിച്ചും CJPയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ അവിടുത്തെ സ്കൂളുകളെ പറ്റിയൊന്നും അഭിജിത് ദീപ് കെക്കോ അല്ലെങ്കിൽ CJPക്കോ അറിയേണ്ട കാര്യമില്ല. BJP ഭരിക്കുന്ന സ്കൂളുകൾ, അവിടുത്തെ ഗ്രാമങ്ങൾ, അതായത് കർഷകരെയൊക്കെ ഇളക്കി വിടുന്നത് പോലെ BJPക്കാരെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ഗ്രാമങ്ങളിലെ സർപഞ്ചുമാരെയും കൂടി ഇളക്കി വിടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ CJP ഓഗസ്റ്റ് 15-ന് ഒരു നീക്കം നടത്താൻ പോകുന്നത്.